ഹലോ, നമുക്ക് രാവിലെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞതിന് ശേഷം ഒരു മാമ്പഴ പുളിശ്ശേരി വയ്ക്കാം. അതിലേക്ക് വേണ്ടി 3 മാങ്ങ അങ്ങോട്ട് ചെത്തി മിനുക്കി കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് വേകാൻ വെച്ചു. അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഒരു 50 ഗ്രാം ശർക്കര ഒന്ന് ഒഴുക്കി അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പിടി തേങ്ങയും ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞളും ഒരു തവി തൈരും കൂടെ ഒഴിച്ച് അരച്ചതിൻ്റെ കൂട്ട് റെഡിയാക്കാം. എന്നിട്ട് ഈ വെന്ത് വരുന്ന മാങ്ങയിലോട്ട് നമുക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതും എല്ലാം റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇടാം. എന്നിട്ട് നമുക്ക് നെയ്യിൽ തന്നെയാണ് കേട്ടോ ഇത് വയ്ക്കേണ്ടത്. ഇങ്ങനെ നെയ്യ് ഒഴിച്ച് തന്നെ നമുക്കിത് കടുക് വറക്കണം. നമ്മൾ ഇതിൽ ചേർക്കുന്നത് നമ്മളെ ഉലുവയും കടുകും കറിവേപ്പിലയും മാത്രമാണ്. ഇതിൽ മുളകൊന്നും ചേർക്കേണ്ട ഒരാവശ്യമില്ല. അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ രുചി മാറും. അതുകൊണ്ട് നമ്മളൊന്നും ചേർക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നും ചേർത്ത് അരയ്ക്കാൻ പാടില്ല. എങ്കിലും അതിൻ്റെ രുചി വ്യത്യാസം സൂപ്പർ ടേസ്റ്റായിരുന്നു, അടിപൊളിയായി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് വളരെ എളുപ്പമാണ്. മാങ്ങയൊക്കെ കാലം വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണ്. മരിച്ചിനിയുണ്ട്, ചോറായി, മരിച്ചിനിയായി, അവിയലായി, സലാഡുണ്ട്, അതിൻ്റെ ചമ്മന്തിയുണ്ട്. നമ്മളുടെ തോഴനായ മാമ്പഴ പുളിശ്ശേരി. സത്യം പറയാൻ വയ്യ, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, വെളുത്തുള്ളി ഇഞ്ചി ഇതൊന്നും ചേർക്കരുത്. നമ്മളൊരു മാമ്പഴം എടുത്ത് അങ്ങോട്ട് കടിച്ച് കൊടിച്ച് നോക്കുക. സൂപ്പറെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മളെ കൈയൊക്കെ നമുക്ക് കടിച്ച് തിന്നാൻ തോന്നും. അതാണ് ഇന്നത്തെ മാമ്പഴ പുളിശ്ശേരി. കണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് നമ്മുടെ ശിവൻകോവിൽ ഉത്സവമാണ്, തിരുവാതിര ഉത്സവമാണ്. അപ്പോൾ അതൊന്ന് ഉത്സവത്തിന് നമ്മളൊന്ന് തൊഴാൻ പോയതാണ്. പോയപ്പോൾ ഒരു ചെറിയ വീഡിയോ തൊഴുതിട്ട് പുറത്തിറങ്ങി നമ്മൾ വെറുതെ കുറച്ച് സമയം വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. വണ്ടി വരാൻ ഒരു 5 മിനിറ്റ് ഒന്ന് വൈകി. ആ സമയം കൊണ്ട് ഒരു ചെറിയ വീഡിയോ, നമ്മൾ മാത്രമായിട്ടുള്ളൊരു ചെറിയ വീഡിയോ നമ്മളവിടെ പോയതായിട്ട് നിങ്ങൾക്കൊക്കെ അറിയണ്ടേ. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലുള്ള അതിപ്രശസ്തമായ ത്രിമൂർത്തി ക്ഷേത്രമാണ്. അവിടെ ശിവൻ്റെ അവിടെ തിരുവാതിര മഹോത്സവമാണ്. അവിടെ ഭയങ്കര ഉത്സവമാണ് കേട്ടോ, അടിപൊളി ഉത്സവമൊക്കെയാണ്. നമ്മൾ ഇടയ്ക്ക് പോണതാണ്. അവിടെ പോയി തൊഴുതു തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകണേ. ഞങ്ങൾ ആട്ടോയിലാണ് പോയത്. ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോണ ആ വഴിയോര കാഴ്ചകളാണ് കേട്ടോ ഇതെല്ലാം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണു. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രത്യേക സ്നേഹാന്വേഷണം. സുമോദിനും സുഗണനും സുമേഷിനും അച്ചമ്മ ചേച്ചിക്കും സുപ്രിയയ്ക്കും എല്ലാവർക്കും, രക്തമ്മ വേളിനും എല്ലാവർക്കും പ്രത്യേക സ്നേഹാന്വേഷണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞങ്ങളെല്ലാവരും സുഖമായിരിക്കണു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആയിരുന്നു. ഹാപ്പി ന്യൂ ഇയർ ആയി തന്നെ പോട്ടെ. ഈ വർഷം 2026 എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ വഴിയോര കാഴ്ചകളാണ് കേട്ടോ. വഴിയോരത്തൊക്കെ ശരിക്കും ഇതൊക്കെ വിൽക്കാനുണ്ട്. ഞങ്ങളവിടെ വണ്ടി ഒന്ന് സ്ലോ ചെയ്തപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടൊന്ന് വാങ്ങിയിട്ട് പോവാൻ. ജംഗ്ഷനിൽ മഹാദേവരുടെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. നല്ലൊരു വ്ളോഗിനുള്ള സമയമുണ്ട്. പക്ഷേ ഞാൻ അതിനൊന്നും മെനക്കെട്ടില്ല. നടക്കാനൊന്നും പോയി കുറച്ച് നടന്ന് വരണം. മെയിൻ റോഡിലാണ്. എന്നാലും നമ്മൾ വ്ളോഗ് എടുക്കണമെങ്കിൽ കുറേ ദൂരം നടക്കണ്ടേ. അതുകൊണ്ട് ഞാനിങ്ങനെ വണ്ടിയിലിരുന്ന് എടുക്കാൻ പറ്റുന്നിടത്തോളം എടുത്തു കഴിഞ്ഞു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. താങ്ക് യു. എല്ലാവരും വീഡിയോ കാണണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.